നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അടുക്കളയിലോട്ടൊക്കെ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഒരു പാത്രം താഴെ വീഴുവോ അല്ലെങ്കിൽ കൈ പൊള്ളുവോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ പെട്ടെന്ന് തന്നെ പണിഷ് ചെയ്യുക, നിങ്ങളെ വഴക്ക് പറയുക. നിങ്ങൾ ക്ലൂലെസ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. ഇതൊരിക്കലും മൂഡ് സ്വിങ് അല്ല കേട്ടോ. ഇതിനെ പറയുന്നത് പ്രൊജക്റ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ഇമോഷൻസും വരും. അത് നമ്മൾ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, ലൈക്ക് ഫിയർ ആയിരിക്കാം, ഷെയിം ആയിരിക്കാം, ഗിൽട്ട് ആയിരിക്കാം, ഇൻസെക്യൂരിറ്റി ആകും. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാതെ മറ്റുള്ളവരുടെ മേലിലോട്ട് അതൊന്ന് അടിച്ചേൽപ്പിക്കും. ഇത് മെൻ്റലി മാത്രമല്ല കേട്ടോ, ഇമോഷണലിയും ആൻഡ് ബിഹേവിയറലിയും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഈ പേഴ്സൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പേരൻസും കിഡ്സും ഒക്കെ, പേരൻസ് ചിലപ്പോൾ കുട്ടീനെ കുറിച്ച് ആൻഷ്യസ് ആയിരിക്കും. അത് അവർക്ക് സമ്മതിക്കേണ്ട. അവർ പറഞ്ഞാൽ ഞാൻ കുട്ടീനെ കുറിച്ച് ഭയങ്കര കെയർഫുള്ളാണ്, കുട്ടിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അവരെ മൈക്രോ മാനേജ് ചെയ്യാൻ പറ്റും. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ളത്. ഓട്ടോമാറ്റിക്കലി കുട്ടി നെർവസ് ആവും, ഹെസിറ്റൻ്റ് ആവും. അപ്പോൾ പേരൻസ് പറഞ്ഞാൽ കണ്ടോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഞാൻ അന്നോട്ട് പറയല്ലേ, കുട്ടി ആൻസൈറ്റി ഉള്ളതാണ്, കുട്ടിക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിൽ അത് കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ പാർട്ട്നേഴ്സൊക്കെ അവർ ഡീപ്ലി ഇൻസെക്യൂർ ആണ്, ഞാൻ എത്ര മോശമാണ്, എനിക്ക് എത്ര സൗന്ദര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരാൾ പാർട്ട്ണറുടെ മേലിലോട്ട് അത് അടിച്ചേക്കും. നിങ്ങൾ ഒത്തിരി ചേഞ്ചായി, നിങ്ങൾ ഇങ്ങനൊന്നും അല്ല, നിങ്ങൾ എപ്പോഴും ഫോണിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലേറ്റർ ഈ പാർട്ട്ണറിന് ദേഷ്യം വരും. അവർ മാക്സിമം ഇതിനെ സോൾവ് ചെയ്യാൻ നോക്കും കേട്ടോ. ഒരു ടൈം ആകുമ്പോൾ അവരൊരു വിഡ്രോവൽ ചെയ്യും. നീ എന്തെങ്കിലും പറയും, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറയും ശരിയാണ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നോട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടെന്നുള്ളത്. ഈവൻ ഗിൽട്ടി വരും. ഇപ്പം കുടുംബത്തോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് ആ ഗിൽട്ടിനെ അഡ്മിറ്റ് ചെയ്യണ്ടെങ്കിലും ഇവർ ഓൾവേസ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. നിങ്ങളെപ്പോഴും ഫോണിലാണ്, നിങ്ങളെപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫീൽ ചെയ്യും ഇനി എൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി അത് ശരിയാണെന്നുള്ള രീതിയിൽ സമ്മതിക്കും. അപ്പോഴായിരിക്കും പറയുന്നത് ശരിയാണ്, കണ്ടോ കണ്ടോ എന്നുള്ളത്. ഇത് കുടുംബത്തിലും ഓഫീസിലും ഒക്കെ വരും. ഇതിന് നമ്മുടെ തന്നെ ഫീലിംഗ് മറ്റുള്ളവരിലേക്ക് റീസൈക്കിൾ പോലെയാണ്, മറ്റുള്ളവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഈ സൈക്കിളിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് എൻ്റെ പ്രോബ്ലം ആണോ അതോ ഞാൻ വേറൊരാൾക്ക് എൻ്റെ പ്രോബ്ലം കൊടുത്ത് അത് സമർത്ഥിക്കുകയാണോ? സോ ഓൺ ഇറ്റ്, ഹീൽ ഇറ്റ്. സോ ബിക്കോസ് അൺസ്പോക്കൺ ഇമോഷൻസ് ഡിസപ്പിയർ ആവത്തില്ല. അത് എവിടെയെങ്കിലും അത് ഷോ അപ്പ് ചെയ്യും. അതിനെ അലൗ ചെയ്യാതെ നിങ്ങൾ തന്നെ അതിനെ അനലൈസ് ചെയ്യുക, സൊല്യൂഷൻ കാണുക.